നമസ്കാരം. ഓ ശ്രീമദ് വാൽമീകി രാമായണം ധ്യാന ശ്ലോകങ്ങൾ. കുജനം രാമ രാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖാം വന്ദേ വാൽമീകി കോകിലം. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമഃ. മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ടം വാതാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം ചരണം പ്രപദ്യേ. ശ്രീമദ് വാൽമീകി രാമായണം അയോധ്യാകാന്ഡം അശീതിതമഃ സർഗഃ 80-ാം സർഗം. എൺപതാം സർഗത്തിലെ 1 തുടങ്ങി 11 വരെയുള്ള ശ്ലോകങ്ങൾ ചൊല്ലാം. ഒന്നാമത്തെ ശ്ലോകം. അഥ ഭൂമി പ്രദേശജ്ഞ സൂത്രകർമ്മ വിശാരദാഃ സ്വകർമാഭിരതാശൂര ഖനകായന്ത്രകാസ്തഥാ കർമാന്തികാസ്തപതയഃ പുരുഷായന്ത്രകോവിദാഃ തഥാ വർദ്ധകയച്ഛൈവ മാർഗിണോ വൃക്ഷതക്ഷകാഃ. കൂപകാരാ സുധാകാരാ വംശചർമ്മകൃതസ്തഥാ സമർത്ഥായേ ച ദ്രഷ്ടാരാ പുരതച്ഛ പ്രതസ്ഥിരേ. സതു ഹർഷാത്തമുദ്ദേശം ജനൗഘൗ വിപുലപ്രയാൻ അശോഭത മഹാവേഗ സാഗരസ്യേവ പർവണി. തേ സ്വവാരം സമസ്തായ വർത്മകർമ്മണി കോവിദാഃ കരണൈർവിവിധോ വേദൈ പുരസ്താത് സംപ്രതസ്ഥിതേ. ലതാവല്ലീച്ഛ ഗുൽമാംഛ സ്ഥാണുരശ്മനയേവ ച ജനാസ്തേ ചക്രിരേ മാർഗം ഛിന്ദന്തോ വിവിധാൻ ദ്രുമാൻ. അവ്യക്ഷേഷു ച ദേശേഷു കേചിത് വൃക്ഷാനരോപയൻ കേചിത് കുഠാരൈഷ്ടംഗൈച്ഛ ധാത്രൈച്ഛിന്തൻ ക്വചിത് ക്വചിത്. അപരേ വീരണസ്തംഭാൻ ബലിനോ ബലവത്തരാഃ വിധമന്തി സ്മ ദുർഗാണി സ്ഥലാനി ച തതസ്തതഃ. അപരേ പൂരയൻ കൂപാൻ പാംസുഭിശ്വഭ്രമായതം നിമ്നഭാഗാംസ്തഥൈവാശു സമാം ചക്രു സമന്തതഃ. ബന്ധുർബന്ധിനീയം ച ചോദ്യാൻ സംചുക്ഷുദുസ്തഥാഃ ബിഭിദുർഭേദനീയം ച താംസ്താൻ ദേശാൻ നരാസ്തഥാ. അചിരേണ തു കാലേന പരിവാഹാൻ ബഹൂദകാൻ ചക്രുർബഹുവിധാകാരാൻ സാഗരപ്രതിമാൻ ബഹൂൻ. അശീതിതമഃ സർഗ 80-ാം സർഗത്തിലെ 1 തുടങ്ങി 11 വരെയുള്ള ശ്ലോകങ്ങളാണ് ചൊല്ലിയത്. ഇനി ഓരോ ശ്ലോകത്തിൻ്റെയും ഏകദേശമായ അർത്ഥമൊന്ന് നോക്കാം.
ഇപ്പോൾ ഭരതനും രാജ്യവാസികളും മന്ത്രിമാരും ചതുരംഗപ്പടയോടും മറ്റെല്ലാ സന്നാഹങ്ങളോടും കൂടി രാമനെ അഭിഷേകം ചെയ്ത് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി വനത്തിലേക്ക് പുറപ്പെട്ടിരിക്കുകയാണ്. വഴി അറിയാവുന്നവർ, വഴി മാർഗം സുഗമമാക്കുന്നവർ, എല്ലാ പ്രവർത്തകരിലും വളരെ പ്രമാണിമാരായിട്ടുള്ളവരെല്ലാം കൂടെ യാത്ര തിരിച്ചിരിക്കുകയാണ്. 80-ാം സർഗത്തിലെ 1, 2, 3 ശ്ലോകങ്ങൾ ചൊല്ലി അർത്ഥം പറയാം. അധ ഭൂമിപ്രദേശജ്ഞ സൂത്രകർമ്മ വിശാരദാഃ സ്വകർമാഭിരതാ ശൂര ഖനകായന്ത്രകാസ്തഥാ കർമാന്തികാസ്തപതയഃ പുരുഷായന്ത്രകോവിദാഃ തഥാ വർത്തകയച്ഛൈവ മാർഗിണോ വൃക്ഷതക്ഷകാഃ കൂപകാരാ സുധാകാരാ വംശജർമ്മകൃതസ്തഥാ സമർത്ഥോ യേ ച ദ്രഷ്ടാരാ പുരതച്ഛ പ്രതസ്ഥിരേ. 1, 2, 3 ശ്ലോകങ്ങളുടെ അർത്ഥം. പിന്നെ ഭൂമി പ്രദേശാദികളെപ്പറ്റി അറിവുള്ളവർ, സൂത്രം പിടിച്ചളക്കുന്നതിൽ വിദഗ്ധർ, സ്വന്തം കർമ്മത്തിൽ നിഷ്ഠയുള്ള ശൂരന്മാർ, നിലം തുരക്കുന്നവർ, യന്ത്രങ്ങൾ ഉണ്ടാക്കുന്നവർ, കൂലിപ്പണിക്കാർ, മേലാളുകൾ, യന്ത്രവിദഗ്ധർ, തച്ചന്മാർ, വഴി ഒരുക്കുന്നവർ, മരം വെട്ടുകൾ, കിണർ കുത്തുന്നവർ, കുമ്മായ പണിക്കാർ, മുളയുടെ പുറം പാളി കൊണ്ട് പരമ്പും മറ്റും ഉണ്ടാക്കുന്നവർ, സമർത്ഥരായ വഴികാട്ടികൾ മുതലായവരെല്ലാം വന്ന് മുന്നാലെ നടന്നു. ശ്ലോകം 4. സതു ഹർഷാത്തമുദ്ദേശം ജനൗഘൗ വിപുലപ്രയാൻ അശോഭതമഹാവേഗ സാഗരസ്യേവ പർവണേ. ശ്ലോകം 4ൻ്റെ അർത്ഥം. ആ ദേശത്തേക്ക് ആഹ്ലാദത്തോടെ യാത്ര ചെയ്ത ജനക്കൂട്ടം വെളുത്തവാവിന്നാൾ വേലിയേറ്റം കൊള്ളുന്ന കടൽ പോലെ ശോഭിച്ചു. ശ്ലോകം 5. തേ സ്വവാരം സമാസ്തായ വർമ്മകർമ്മണി കോവിദാഃ കരണൈർവിവിധോപേദൈ പുരസ്താത് സംപ്രതസ്ഥിരേ. 5-ാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥം. വഴിവെട്ടുന്ന പ്രവൃത്തിയിൽ വിദഗ്ധരായവർ സ്വന്തം പ്രവൃത്തി ഏറ്റെടുത്തുകൊണ്ട് വിവിധങ്ങളായ ഉപകരണങ്ങളോടുകൂടി ഏറ്റവും മുന്നിൽ നടന്നു. ശ്ലോകം 6. ലതാവല്ലീച്ഛഗുൽമാംഛ സ്ഥാണുരശ്മനയേവ ച ജനാസ്തേ ചക്രിരേ മാർഗം ചിന്തന്തോ വിവിധാൻ ദ്രുമാൻ. ശ്ലോകം 6ൻ്റെ അർത്ഥം. ചെടികൾ, കൊമ്പുകൾ, വള്ളിക്കെട്ടുകൾ, പൊന്തകൾ, പാറക്കല്ലുകൾ, വിവിധ വൃക്ഷങ്ങൾ മുതലായവ വെട്ടിമാറ്റിക്കൊണ്ട് അവർ വഴി തെളിച്ചു. ശ്ലോകം 7. അവൃക്ഷേഷു ച ദേശേഷു കേചിത് വൃക്ഷാനരോപയൻ കേചിത് കുഠാരൈഷ്ടൈച്ഛ ദാത്രൈച്ഛിന്തൻ ക്വചിത് ക്വചിത്. 7-ാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥം. വൃക്ഷങ്ങൾ വെട്ടിമാറ്റുക മാത്രമല്ല അവർ ചെയ്തത്, വൃക്ഷങ്ങളില്ലാത്ത സ്ഥലത്ത് ചിലർ വൃക്ഷങ്ങൾ നടുകയും ചെയ്തു. ചിലർ മഴു കൊണ്ടും കല്ലുളി കൊണ്ടും അരിവാളുകൾ കൊണ്ടും വേണ്ടാത്തവയെല്ലാം വെട്ടിമുറിച്ച് മാറ്റുകയും ചെയ്തു. ശ്ലോകം 8. അപരേ വീരണസ്തംഭാൻ ബലിനോ ബലവത്തരാഃ വിധമന്തി സ്മ ദുർഗാണി സ്ഥലാനി ച തതസ്തതഃ. 8-ാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥം. വഴി നടക്കാൻ പറ്റാത്ത വിധത്തിൽ തിങ്ങി നിറഞ്ഞ രാമച്ച പുൽക്കൂട്ടങ്ങൾ ബലവാന്മാരായ ആളുകൾ വേരുറച്ചതുകൊണ്ട് പറിക്കാൻ വയ്യാതായിരുന്നത് ചെത്തി എടുത്തു കളഞ്ഞു. കടന്നു പോകാൻ പറ്റാത്ത സ്ഥലങ്ങൾ ചിലർ നികത്തി നിരപ്പാക്കി. ശ്ലോകം 9.
അപരേ പൂരയൻ കൂപാൻ പാംസുഭിശ്വഭ്രമായതം നിമഗ്ഭാഗാംസ്തഥൈവാശു സമാം ചക്രുസമം തതഃ. 9ാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥം: മറ്റു ചിലർ കുണ്ടുകൾ മണ്ണിട്ട് നിരപ്പാക്കി, വിസ്തൃതമായ താഴ്ന്ന നിലങ്ങളെയും മണ്ണിട്ട് നികത്തി സമനിരപ്പാക്കി. ശ്ലോകം 10. ബന്ധൂർബന്ധനീയാം ഛ ക്ഷോദ്യാൻ സംചുക്ഷുദുസ്തഥാ ബിഭിദുർഭേദനീയാം ഛ താംസ്ഥാൻ ദേശാൻ നരാസ്തദാ. ശ്ലോകം 10ൻ്റെ അർത്ഥം: കെട്ടിപ്പൊക്കേണ്ടിടത്ത് കെട്ടുകളുണ്ടാക്കി തകർത്ത് നിരപ്പാക്കേണ്ടവയെ തകർത്തു, ഉടയ്ക്കേണ്ടവയെ അതത് സ്ഥലത്ത് ഉടച്ച് നിരപ്പാക്കി. ശ്ലോകം 11. അചിരേണ തു കാലേന പരിവാഹാൻ ബഹൂദകാൻ ചക്രുർബഹുവിധാകാരാൻ സാഗരപ്രതിമാൻ ബഹൂൻ. 11ാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥം: പല വിധത്തിൽ അവിടവിടെയായി ഒഴുകിയിരുന്ന നീർച്ചാലുകളെ തടയണ കെട്ടി ധാരാളം വെള്ളമുള്ള സാഗരപ്രതിമമായ ജലാശയങ്ങളാക്കി തീർത്തു. അങ്ങനെ ആ പ്രദേശം മുഴുവൻ മനോഹരമാക്കിക്കൊണ്ട് അവർ യാത്ര തുടരുകയാണ്. ലോകാ സമസ്ത സുഖിനോ ഭവന്തു.